നിങ്ങളിൽ ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ആരാണ്? ഞാനോ? ഞാൻ ഈ രാഷ്ട്രത്തെ നയിക്കുന്ന രാഷ്ട്രീയം. നിങ്ങൾക്കെങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയും? രാഷ്ട്രീയം നിന്നെ സഹായിക്കും. രാഷ്ട്രീയത്തിന്റെ വചനങ്ങൾ നിന്നെ സഹായിക്കും. രാഷ്ട്രീയം എന്തെന്നറിയാത്ത ഈ യുവത്വം വെറും വട്ട പൂജ്യം. ആട്ടെ, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾ? ഇതാ കേട്ടോളൂ. പാടത്ത് പണി ചെയ്യുന്ന അധ്വാന വർഗങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ എന്തുണ്ട്? നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ളതോ ചങ്ങലകൾ മാത്രം. കിട്ടുവാനുള്ളതോ പുതിയ ലോകം. ഞങ്ങൾക്ക് ബന്ധു വേണം, ഹർത്താൽ വേണം, സമരം വേണം, പണിമുടക്ക് വേണം, അടുപ്പുമുടക്ക് വേണം. സ്തംഭിപ്പിക്കുന്ന ജീവിതം. ഇല്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവില്ല. നിങ്ങളുടെ വചനങ്ങൾക്ക് സത്യം കണ്ടെത്താനാവില്ല. നിങ്ങൾ പറയുന്നത് കാപട്യമാണ്, വഞ്ചനയാണ്, സ്വാർത്ഥതയാണ്. പോകും എന്റെ മുമ്പിൽ നിന്ന്. പയ്യ, ഒടുവിൽ നീ എന്റെ അടുക്കൽ തന്നെ വരും. അന്ന് നമുക്ക് കാണാം. എന്നെ സത്യത്തിന് പുററിയിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു സത്യാന്വേഷിയായ യുവാവ്. സത്യാന്വേഷിയായ യുവാവ്? നിന്നെ ഞാൻ സത്യം പഠിപ്പിക്കാം. കറുത്ത സത്യം. എന്താണ് ഈ കറുത്ത സത്യം? ഇത് തന്നെ. ഈ തോക്ക്, ഈ ബോംബ്, ഈ കരാര. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കരുത്. ഞങ്ങളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു മനസ്സിലാക്കരുത്. എല്ലാം ഈ റിമോട്ട് കൺട്രോൾ ചെയ്തു. നിങ്ങളുടെ സംഘത്തിൽ ചേർന്നാൽ എനിക്കെന്ത് ലഭിക്കും? പൊട്ടിച്ചിതറി ചാകുന്നത് വരെ സുഖിക്കാം, രസിക്കാം, പതിക്കാം. വേണ്ട, കറുത്ത സത്യം എനിക്ക് വേണ്ട. ഇത് ഭീകരമാണ്, തകർച്ചയാണ്, ചോരപ്പുഴയാണ്. ഒരു വെടിയുണ്ടയിലോ ചാവേർ ബോംബിലോ കടാരത്തുമ്പിലോ എന്റെ ജീവൻ തകർക്കാൻ ഞാനില്ല. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. ഞങ്ങളെ വഴി ഇന്നേക്കാൾ ചുമയുള്ള യുവതിവാക്കളും എന്റെ ലിസ്റ്റിലുണ്ട്. ഓടോ. കറുത്ത സത്യമല്ല എനിക്ക് വേണ്ടത്, വെളുത്ത സത്യം. അത് കാണിച്ചു തരാൻ ഇവിടെ ആരുമില്ലേ? എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് സത്യം. ഞാനൊരു സത്യാന്വേഷിയാണ്. സ്ത്രീ ഒരു സത്യമാണ്, സൗന്ദര്യം ഒരു സത്യമാണ്, സൗന്ദര്യം അതേറെ മധുരിക്കുന്ന സത്യമാണ്. നീ ഒരു വിദ്യയാണ്. എന്റെ സൗന്ദര്യം ഒരു വിദ്യയാണ്. മരിക്കുന്ന സൗന്ദര്യമല്ല എനിക്ക് വേണ്ടത്, മരിക്കാത്ത സൗന്ദര്യം. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നോട് ഇങ്ങനെ പറയുന്നത്. യുവാവേ, ഈ യുവത്വം മുന്നേയുണ്ട്. സുഖിക്കുക, രസിക്കുക, ആനന്ദിക്കുക. നമുക്ക് ഈ ലോകത്തിന്റെ സത്യങ്ങൾ മതി, പരലോക സത്യങ്ങൾ അങ്ങ് പ്രായമായത് വേണ്ട. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിനക്കടിയറ വയ്ക്കുവാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, പക്ഷെ ഞാൻ വീണ്ടും വരും. പുതിയ തന്ത്രങ്ങൾ, റിയാലിറ്റി ഷോകൾ, പരസ്യ പടങ്ങൾ. അന്ന് നിന്നെ കുറിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബൈ ബൈ. ഞാൻ പരാജയപ്പെടുകയാണ്.
എന്റെ സത്യാന്വേഷണത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി അടയുന്നു. ഇവർ പറയുന്നത് തന്നെയല്ലേ സത്യം? ഞാൻ മാത്രം എന്തിന് ചിന്തപ്പാതിയാവണം? ഒഴുക്കിനൊത്ത് നീന്തുന്നതല്ലേ സുഖം? പക്ഷേ ഇത്രയും സഞ്ചരിച്ചിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? പാടില്ല, പോകാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ ഒരു കളിപ്പാട്ടമായി ഞാൻ നിന്നെ മാറ്റും. എന്റെ താളത്തിൽ തുള്ളുന്ന കാമഭ്രാന്തനായി നിന്നെ ഞാൻ മാറ്റും. ഈ യുവാവിനെ പങ്കുവെക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ സുഹൃത്താണ്. നിനക്കെന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാം. ഇവൻ ഞങ്ങളാണ്. ഞങ്ങൾ കേൾക്കുന്നില്ല. യുവാവേ, സർവശക്തിയും എടുത്ത് വെട്ടിമുറിക്കൂ. നിന്റെ കഴുത്തിൽ വീണിരിക്കുന്ന ഈ കുരുക്കുകൾ. മനുഷ്യപുത്ര, അങ്ങ് എന്നെ രക്ഷിച്ചു. സത്യത്തെ തേടുന്നവരെ പറയുന്നു. ഒരു നീലായി ഞാനുമുണ്ട്. എന്നിട്ട് എന്തേ അങ്ങ് ഇതുവരെ വരാതിരുന്നത്? സത്യം മുള്ളുകൾക്കൊടുവിലാണ് പുഷ്പിക്കുന്നത്. നിന്റെ യൗവനത്തിൽ ഈ സത്യത്തെ തിരിച്ചറിയണം. നിനക്കറിയാമോ, യുവത്വം എന്നത് ഒരു നിധിയാണ്. നിത്യഹരിതമായ ഒരു വൃക്ഷം പോലെ നീയും ആയിത്തീരണം. നിങ്ങൾ പറയുന്നതിൽ എവിടെയോ സത്യം പഠിച്ചിരിപ്പുണ്ട്. ഞാൻ നിങ്ങളെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. യുവാവേ, ഞാൻ തന്നെ നീ അന്വേഷിക്കുന്ന സത്യവും സ്വാതന്ത്ര്യമെന്ന് നീ തിരിച്ചറിയുക. ഞാൻ അങ്ങ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. വിരോധമില്ല, പക്ഷേ പോകൂ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ കൂട്ടായ്മയിലേക്ക്. അവിടെ നിനക്ക് ദൗത്യമുണ്ട്. ആസക്തികളുടെ അന്ധകാരത്തിൽ വഴിയറിയാതെ അലയുന്ന യുവതിക്ക് മുന്നിൽ വിശുദ്ധിയുടെ ദീപസ്തംഭങ്ങളാകാൻ. അവിടെ അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം. അങ്ങാണ് ബലവും ശക്തിയും പ്രതീക്ഷയും. പ്രിയ യുവാവേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ, നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമായി